ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ ഇനി കാണാൻ പോകുന്നത് പാരീസിലെ ഡോഗ് ക്രൂസ് ആണ്. ഈ ഡോഗ് ക്രൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പുറകിൽ കാണുന്ന ഈ കനാൽ ഇതിലൂടെയുള്ള ബോട്ട് സവാരിയാണ്. ഇതിന് 10 യൂറോ ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. പാരീസ് ടൂർസ് എന്ന് പറഞ്ഞ ഒരു ഏജൻറ്റ് വഴി നമുക്ക് 10 യൂറോ കിട്ടി. അപ്പോൾ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരിതാണ് പുറകിൽ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. അടിപൊളി വ്യൂസ് ഉണ്ട്, അടിപൊളി ലൊക്കേഷൻസ് നമ്മൾ കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാ പോകുന്നുണ്ടല്ലേ, ഇതാണ് ഇതാ ഈ പോകുന്നത്, എൻ്റെ പുറകിലൂടെ പോകുന്നത് ഇത്. പിന്നെ നേരെ ഈ കനാൽ നേരെ ഇതാണ് ഫോക്സ് സിറ്റി. ഈ ഫോക്സ് സിറ്റി ബസ്സിൽ നിന്നാണ് ഞങ്ങൾ ആ ടൂർ പാക്കേജ് 10 യൂറോ കിട്ടിയത്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഇതാണ് നമ്മളെ ജയൻ്റ് ആയിട്ടുള്ള ഈഫൽ. നമസ്കാരം സുഹൃത്തുക്കളെ, ഒരുപാട് കാഴ്ചകൾ കാണണം കേട്ടോ. നമ്മുടെ ഈ സീൻ റിവറിലെ നദിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇടതും വലതുമായിട്ട് ഒരുപാട് മനസ്സിന് സന്തോഷം നൽകുന്ന കാഴ്ചകളുണ്ട്. ഫ്രാൻസിൽ വരുന്ന ആളുകൾക്ക് എങ്ങനെ ചീപ്പായിട്ട് യാത്ര ചെയ്യുക, എന്തൊക്കെ സംഭവങ്ങൾ മെസ്സപ്പാവാത്ത രീതിയിൽ കാണാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണുന്നത്. നമുക്കിങ്ങനെ പോകുമ്പോൾ രണ്ട് സൈഡിലായിട്ട് ഒരുപാട് ഫ്രഞ്ചിലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ വിദേശികളായിട്ടുള്ള ആൾ എൻജോയ് ചെയ്യുന്നത്, കോഫി കുടിച്ചിട്ടും ഷാമ്പയിൻ കുടിച്ചിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഒരുപാട് കാഴ്ചകൾ. ഒരു ഓപ്പൺ എയറിൽ നല്ല കാറ്റും അടിപൊളി വ്യൂ ആണ്. ഈവനിങ്ങിൽ ആ സൺഷൈൻ, ഈ നദിക്കരയിൽ ഇരുന്നിട്ട് കുറച്ച് കോഫി കുടിച്ചിട്ട് ഈ പ്രാവുകളും താറാവും, ഇതൊക്കെ താറാവ് അടിപൊളിയല്ലേ, താറാവും കുഞ്ഞുങ്ങളും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യരുത്. കിടിലൻ വീഡിയോ ആണ്, എല്ലാവരും കാണുക. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യുക, അതല്ലെങ്കിൽ എൻ്റെ പുറകിൽ കാണുന്നതാ ഇത് ടിക്കറ്റ് കൗണ്ടേഴ്സ് ആണിത്. ഈ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നിങ്ങൾക്ക് 15 യൂറോ 18 യൂറോ ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഒരുപാട് നേരം ഞങ്ങളവിടെ കാത്തുനിന്ന് ഈ പുറത്തേക്കുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത്. കാരണം ഞങ്ങളെ ക്രൂസിനുള്ള ഈ ബോട്ടിലുള്ള സമയമായില്ല. ഇതുണ്ട് ഒരുപാട് ലോക്കുകൾ. ഈ ഫ്രാൻസിലൊക്കെ ഒരുപാട് ലോക്കിംഗ് ബ്രിഡ്ജുകളുണ്ട് കേട്ടോ. അവരുടെ ഇഷ്ടമുള്ള ആളുകളുടെ പേരൊക്കെ ഇത് ലോക്ക് ചെയ്യും. ഇവിടെ നിന്നാണ് നമ്മൾ കയറുന്നത്. ഇതാണ് നമ്മളെ ക്രൂസുകൾ കേട്ടോ. വിശാലമായിട്ടുള്ള നല്ല വലിപ്പമുള്ള സംഭവമാണ്. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് ഞങ്ങൾ എത്തി. ടിക്കറ്റ് എടുത്ത് ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സംഭവം കാണിച്ചു കൊടുക്കണം. 1 മണിക്കൂറാണ്, 15 യൂറോ ആണ് അവർ ചാർജ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് 10 കിട്ടിയിട്ടു ഓൺലൈൻ ചെയ്തുകൊണ്ട്. അപ്പോൾ അവിടെ നമ്മളിത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിലേക്ക് കയറാം. ഈ ഈഫൽ ടവറിൻ്റെ നേരെ താഴെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. എൻ്റെ പൊന്നും മക്കൾ, ഒരു രക്ഷയില്ല. അടിപൊളി വിശാലമായിട്ടുള്ള സംഭവം. വണ്ടി അവിടെ നിർത്തിയിട്ടാണ് ആ ഭാഗത്തായിട്ട് ഒരുപാട് ക്രൂസുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ക്യൂ നിൽക്കാൻ അവർ അറേഞ്ച് ചെയ്തതാണ്. നമ്മൾ ഓഫ് സീസണിൽ പോയത് കൊണ്ട് ചീപ്പായിട്ട് നമുക്ക് ഒരുപാട് ടിക്കറ്റുകൾ കിട്ടി. അതുപോലെ വലിയ തിരക്കൊന്നുമില്ല. ഇതാണ് ടിക്കറ്റ് കൗണ്ടറിലുള്ള ഇയാളെ നോട്ടം അത്ര ശരിയല്ല. ഇയാളെ വീഡിയോ പിടിക്കുന്നത് അത്ര ഇഷ്ടമായില്ല. സ്കാൻ ചെയ്ത് നേരെ കയറി. ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ 1/2 യൂറോ കൊടുക്കണം. വെള്ളത്തിന് അതിനും കൂടുതൽ ഇല്ല. അപ്പോൾ യൂറോ കൂടുതലാണ് മൂത്രമൊഴിക്കാൻ. ബിയറിനും ചീപ്പായിട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ക്രൂസിൻ്റെ നേരെ നമ്മളിങ്ങനെ നടന്ന് പോയി. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം ഓപ്പൺ എയറിൽ ഇതുപോലെ ഇങ്ങനെ ഈ ചെറിയ ചെയറിലൊക്കെ ഇരുന്നിട്ട് കോഫി കുടിച്ച് കാറ്റുകൊണ്ട് കടലൊക്കെ പെറുക്കി തിന്ന് അങ്ങനെ പോവാം. അടിപൊളിയായിട്ടില്ല. എൻ്റെ പൊന്നോ, എന്താണ് ആ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കിടുക്കാച്ചി സംഭവമാണ്. അങ്ങനെ പതുക്കെ നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ് മക്കളെ. നമ്മൾ ക്രൂസിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. പതുക്കെ കയറി ഉള്ളിലേക്ക് എത്തി നമ്മൾ നേരെ മുകളിലേക്ക് പോവാം. മുകളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കാഴ്ച കാണാൻ മുകളിലാണുള്ളത്. പക്ഷേ തണുപ്പടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താഴെ ഉള്ളിൽ ഗ്ലാസിൻ്റെ ഇതുണ്ട്. ഇവിടെ ഇങ്ങനെ സീറ്റ് ഉറപ്പിച്ച് നിന്നു. അപ്പോൾ കുറച്ച് നേരം നമ്മളിങ്ങനെ കാത്തുനിന്നു കേട്ടോ. കാരണം കുറച്ച് ആളുകളൊക്കെ വരാനുണ്ട്. അപ്പോൾ ഒരുപാട് പല ടൈപ്പ് ഷിപ്പുകളും അതുപോലെ തന്നെ ക്രൂസുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ കാഴ്ചകൾ നിങ്ങൾ നോക്കുക. അവിടെ ഗ്ലാസ്സുള്ള ഫുൾ കവേർഡായിട്ടുള്ള അടിപൊളിയല്ലേ, മിലിറ്ററി വാഹനം പോലെ ഉണ്ട്. അങ്ങനത്തെ ഒരു വണ്ടി. എന്തായാലും രസമുണ്ട് കാഴ്ചകൾ. നിങ്ങൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പോയി വന്നു.
അങ്ങനെ നമ്മൾ അവസാനം യാത്ര പുറപ്പെടാൻ പോവാണ്. ഈഫൽ ടവർ ഇതാ ഇവിടെ ഇങ്ങനെ കാണാം, ഫ്രാൻസിൻ്റെ ഫ്ലാഗ് ആട്ടോ അത്. പിന്നെ നമ്മളെ ഈ ഒരു ചാനലിലൂടെ ഒരുപാട് വിദേശ രാജ്യങ്ങൾ, ഫ്രാൻസ്, അതുപോലെ തന്നെ നെതർലാൻഡ്സ്, ബെൽജിയം, ഉക്രൈൻ, ജോർജിയ, ഇവിടെയുള്ളൊക്കെ യാത്രകളാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. സ്ട്രീറ്റ് ബുക്ക് എന്നാണ്, ഇതേ പേര് തന്നെയാണ്. അപ്പോൾ എല്ലാവരും അത് കയറി നോക്കുക. അപ്പോൾ നമ്മളിങ്ങനെ കാണുന്നത് ഏതെന്താ സംഭവം, ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ പറഞ്ഞാൽ ഈവനിങ്ങിൽ ഓരോ ആളുകൾ വന്നിരുന്ന് ഷാമ്പെയിനൊക്കെ അടിച്ച് ബിയറൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും അത്യാവശ്യം ഒരു ഹാഫ് പൂസിലാണ്. നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരുപാട് ബ്രിഡ്ജുകൾ, ഓൾഡ് ബ്രിഡ്ജുകൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഒരുപാട് ഓൾഡ് ബിൽഡിങ്സ് കാണാം കേട്ടോ. ഇതിൽ നമ്മൾ കാണാൻ പോകുന്ന സംഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംബ്ലി നാഷണൽ, അതുപോലെ മ്യൂസിയം ഓഫ് ഓർസേ, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്രാൻസ്, പാന്തിയോൺ, സിറ്റി ഡി ലാംഡി, അതുപോലെ ഹോട്ടൽ ഡി വില്ലി, നോട്ടർഡാം കത്തീഡ്രൽ. നോട്ടർഡാം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന നോട്ടർഡാം എന്ന് പറഞ്ഞാൽ വളരെ വലിയ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ദേവാലയമാണ് ഈ നോട്ടർഡാം. അതുപോലെ കോൺസിർഗേവ്, ഇവിടുത്തെ പേരൊക്കെ പറഞ്ഞാൽ ഈ വായിലെന്തോ ഈ ചൂടുള്ള എന്തെങ്കിലും തിന്ന പോലെ കേട്ടോ, പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാനിങ്ങനെ ഓരോ ഈ കാണുന്ന നോട്ടർഡാം കേട്ടോ, ഇപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ചില്ലേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മുമ്പ് എന്ന് പറഞ്ഞാൽ 1163 ഉണ്ടാക്കിയ നോട്ടർഡാം ഡി പാരീസ് എന്നാണ് പറഞ്ഞത്. അവിടെ പോകേണ്ട ആളുകൾ മെട്രോ ഹോട്ടൽ ഡി വില്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങുക. RER സെൻറ്റ് മൈക്കിൾ എന്ന് പറഞ്ഞ സ്റ്റേഷൻ പിടിച്ചാൽ മതി. RER എന്നുള്ള ലൈനിൽ സെൻറ്റ് മൈക്കിൾ സ്റ്റേഷനിൽ ഇറങ്ങി ക്ലൂനി ലാ സോർബോനി, പേര് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ബ്രിഡ്ജിൽ കാണുന്ന ബ്രിഡ്ജ് ഞങ്ങൾ അവിടെ നിന്നിട്ട് അവിടെ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഷോപ്പുണ്ട്, ചെന്നൈക്കാർ ഒരാളെ ഷോപ്പുണ്ട്. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയത് ഈ നോട്ടർഡാമിൻ്റെ ജസ്റ്റ് വലത് ഭാഗത്തായിട്ട്. അടിപൊളി സംഭവം. അതിൻ്റെ മുകളിലേക്ക് കയറട്ടോ, അതിന് മുകളിൽ കയറാൻ വേണ്ടി 8 യൂറോ കൊടുത്താൽ മതി, ഏറ്റവും മുകളിൽ കയറാം. കഴിഞ്ഞ വർഷമാണോ അതിന് മുമ്പത്തെ വർഷമാണോ അറിയില്ല, ആ നോട്ടർഡാം കത്തീഡ്രൽ കത്തിയായിരുന്നു. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു അവിടെ കത്തിയായിരുന്നു. അതിപ്പോൾ റെഡിയാക്കി തോന്നുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ കണ്ടോ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ എന്തോരാണ് ആളുകൾ ഇരിക്കുന്നത്, നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇതുപോലത്തെ യാത്രകൾ താല്പര്യമുള്ള ആളുകൾ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തുപോലെ ഷെയർ ചെയ്യുക. ഹലോ ഹായ്. ഇതൊക്കെ ഉണ്ടോ മരവും അതുപോലെ തന്നെ ഇരുമ്പൊക്കെ വെച്ചിട്ട് അത് ഉണ്ടാക്കുന്നത്. ഈ യാത്ര 1 മണിക്കൂറോളം നമുക്കുണ്ട് കേട്ടോ, 1 മണിക്കൂറിൻ്റെ മുകളിലുണ്ട്. പല നോട്ടർഡാം കത്തീഡ്രലാണ് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത്. ഭയങ്കര സൈസാണ്, ഭയങ്കര നല്ല വലിപ്പമാണ് നമ്മൾ കാണുന്ന പോലെ തന്നെ. അതിൻ്റെ പൂക്കളും ആ ഭാഗത്തെത്തുമ്പോൾ പ്രത്യേക ഒരു മണമാണ് കേട്ടോ ഈ ദേവാലയത്തിൻ്റെ അടുത്ത്. കാരണം ഈ പൂക്കളില്ലേ അത് നല്ല സ്മെല്ല് പറഞ്ഞാൽ വൈകുന്നേരം ആ കാറ്റിന് നല്ല മണമുണ്ടാവും. കുട്ടികൾക്ക് ഭയങ്കര രസമാണ് കേട്ടോ, കാരണം നല്ല കാറ്റും പിന്നെ കാഴ്ചകളൊക്കെ ആയിട്ട്. ഇത് പതുക്കെ പോവുള്ളൂ. ഇതിൻ്റെ ടൂറിൻ്റെ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ അവർ റൈറ്റും ലെഫ്റ്റിലൊക്കെ ആയിട്ട് നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് അവർ തരും. ഇനി കുറച്ച് കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ട് പോവാം. അപ്പം ഞാനൊരു കോഫി കുടിക്കട്ടെ. നമ്മൾ ഏകദേശം ഈ ഭാഗത്ത് എത്തുമ്പോൾ ഈ ബോട്ട് തിരിയുന്ന സ്ഥലം കേട്ടോ, നോട്ടർഡാമിൻ്റെ ഏകദേശം ഒരു ഭാഗത്താണിത്. ഇവിടെയാണ് ഹോട്ടൽ ഡി വില്ലി എന്ന് പറഞ്ഞത്. ഈ കാണുന്ന ലെഫ്റ്റിൽ കാണുന്ന ഒരു വൈറ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ഇല്ലേ, ഹോട്ടൽ ഡി വില്ലി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്തോ ഒരു എംബസി എന്തോ ആണ്, സൗദി അറേബ്യൻ എംബസി അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അതൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ. എംബസി ഓഫ് La Tour d'Argent, fundado en 1582, en el que se puede degustar la gran cocina clásica francesa. വലിയ ബോട്ട് ഞാൻ മനസ്സിലായി. എൻ്റെ പൊന്നും മക്കളെ, എന്താണ് കാഴ്ചകൾ, ഫുൾ വൈറ്റ്. ഈ ഫ്രഞ്ചിൻ്റെ അവിടുത്തെ ഒരു ഇത് ഡിസൈൻസ് പറഞ്ഞൊന്ന് വേറെ കേട്ടോ.
പിന്നെ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് എവിടെ നോക്കിയാലും കാണാം. വളരെ ഫ്രീഡമാണ് അവർ, ലൈഫ് വളരെ ഫ്രീഡമാണ്. എവിടെ പോയി കഴിഞ്ഞാലും അവർ ഇഷ്ടപ്പെട്ട ആളുകൾ കൂടെ ഇരുന്ന് ബിയറൊക്കെ അടിച്ചതാണ്. ഇതാണ് നോട്ടർഡാം കത്തീഡ്രൽ. അതിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് പോകുന്നു. പക്ഷെ തിരിച്ചു പോകുമ്പോൾ വേറെ റൂട്ടാണ്. അപ്പോൾ നമുക്ക് അവിടെയും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാട്ടോ റൈറ്റിലും ലെഫ്റ്റിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ കാണുന്നതാണ് ഹോട്ടൽ ഡി വില്ലി. ഈ സ്തൂപത്തിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞില്ല, എനിക്കറിയില്ല. അറിയുന്നവരെല്ലാവരും കമൻറ്റ് ചെയ്യണേ. അവരെന്തോ പറഞ്ഞു, പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ല. അതാ ഈ സ്തൂപത്തിൻ്റെ പേര്. ഇത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല, കമൻറ്റ് ചെയ്യാം കേട്ടോ എല്ലാവരും. അതുപോലെ ഫ്രാൻസിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ എല്ലാവരും, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ വാട്സപ്പ് നമ്പർ തരാം. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഏകദേശം ഒരു 35,000 മുതൽ 37,000 രൂപ വെച്ചിട്ടാണ് ഫ്രാൻസ് ഞാൻ പ്ലാൻ ചെയ്ത് പോയത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഏജൻസി ഇല്ലാതെ തന്നെ പ്ലാൻ ചെയ്യാം. അതിന് വേണ്ട എല്ലാ ഇതും ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് ഞാൻ മുകളിൽ ഇത് ഐക്കാർഡായിട്ട് കൊടുക്കുക. അതിന് ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ആ ലിങ്ക് കിട്ടും. ഇത് കണ്ട ഇരുമ്പ് കൊണ്ടൊക്കെ ആയിട്ട് ഒരുപാട് ബിൽഡിങ്സ്, പാലങ്ങൾ. ഈ പോകുന്ന വഴിക്ക് ഓൾഡ് ടൈപ്പ് ബ്രിഡ്ജസ് അത് നമുക്ക് കാണാം. അവിടെയൊക്കെ നിന്ന് ആളുകൾ ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കുന്നു. പിന്നെ നല്ല ക്യാമറ കൊണ്ടുപോകണേ, നല്ല മെമ്മറി ഉള്ളേ. നിങ്ങൾ എവിടെ നോക്കി ഫോട്ടോ എടുത്താലും എങ്ങനെ എറിഞ്ഞാലും തലക്ക് കൊള്ളുമെന്ന് പറഞ്ഞ പോലെ എല്ലാം കിടുക്കാച്ചി ലൊക്കേഷൻ. ആ പൂക്കളൊക്കെ നോക്കി, പച്ച ചുമപ്പ്, ആ പൂക്കളൊക്കെ എല്ലാം നല്ല ഫ്ലറിഷായിട്ട് നിൽക്കുകയാണ്. ഈ ബിൽഡിങ്ങും എന്താ അവർ പറഞ്ഞു, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്രാൻസ് അങ്ങനെന്തോ പറഞ്ഞു, കൃത്യമായിട്ട് അറിയില്ല. കണ്ടോ ഈ പോകുന്ന ബസ്സൊക്കെ അല്ലേ, ഈ റൂട്ടിലൂടെ നമുക്കൊരു യാത്ര ഉണ്ട്. ആ പോകുന്ന ബസ്സില്ലേ, അതിലൂടെ യാത്ര ഉണ്ട്. ഫോക്സ് സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബസ്സിനാണ് ഞങ്ങൾ കയറിയത്. വളരെ കുറച്ച് യൂറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ഫ്രാൻസ് കറങ്ങാം. നമ്മളെ ബിഗ് ബസ്സൊക്കെ പോലെ അതുപോലെ പരിപാടിയാണ്. അത് ഫോക്സ് സിറ്റിയാണ് ഏറ്റവും കുറവ്. ഞങ്ങൾ അതിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഞാൻ വളരെ വൈകാതെ തന്നെ ഞാൻ പബ്ലിഷ് ചെയ്തായിരിക്കും. അത് നിങ്ങളെല്ലാവരും കാണണം. അതുപോലെ തന്നെ ഐഫൽ ടവറിൻ്റെ മുകളിൽ കയറി അവിടുത്തെ കാഴ്ചകളുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾ കാണണം. എല്ലാവരും കാണണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത് കണ്ടോ വേറൊരു ഷിപ്പ്. ഇത് കണ്ടോ, ഇത് എവിടെയെന്ന് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. ആ ഒരു ബ്രിഡ്ജ് ഉണ്ട്, നിങ്ങൾ കിടിലൻ സംഭവമല്ല. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരുപാട് ബിൽഡിങ്സ് നോക്ക്, കിടുക്കൻ സംഭവമാണ്. അതുപോലെ നമുക്ക് കാഴ്ചകൾ ഇങ്ങനെ കണ്ട് പോവാം. ഇവിടെ മീൻ പിടിക്കാൻ പറ്റുമോ? നല്ല മീനുണ്ട് കേട്ടോ, നല്ല മീനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വേറെ കാര്യം, ഈ സീൻ റിവറിലുള്ള നമ്മുടെ ഈ ക്രൂയിസാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ വെള്ളത്തിൽ വീണ് മരിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഒരുപാട് വെള്ളം കുടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിങ്ക്സ് അടിച്ച് കഴിഞ്ഞ് ബോധമില്ലാതെ ഇഷ്ടം പോലെ ആളുകൾ ഇതിൽ വീണിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ല, ആ നോട്ടർഡാം കത്തീഡ്രലിൻ്റെ അവിടെ ഒരു നമ്മുടെ ചെന്നൈക്കാരൻ ഒരു ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അയാളെ കോൺടാക്ട് ചെയ്യപ്പോൾ അയാൾ പറഞ്ഞ് നിങ്ങൾ നല്ല ശ്രദ്ധിക്കണം, ഈ ഇതിൻ്റെ വക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ വീട് കഴിഞ്ഞാൽ നല്ല ആഴുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇങ്ങനെ കണ്ടുപോവാണ്. അതുപോലെ ചാംസ് എൽസിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും നിങ്ങൾ കാണണം. ആർക്ക് ഡി ട്രംഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഗേറ്റ് അതിൻ്റെ പോലെ തന്നെ ഒരു സംഭവമാണ്. അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും വരുന്നുണ്ട്. പിന്നെ നമ്മൾ പോകുമ്പോൾ നമുക്ക് മ്യൂസിയം ഓഫ് ഡി ഓർസെ, ഇവിടുത്തെ പേര് കുറച്ച് ബുദ്ധിമുട്ടാണ് പറയാൻ. പണ്ട് അതിന് ബെല്ലി എപ്പോക്ക് ഓർസെ എന്ന് പറഞ്ഞ ഒരു ട്രെയിൻ സ്റ്റേഷനായിരുന്നു. 1986 അത് ഒരു ആർട്ട് മ്യൂസിയമാക്കി മാറ്റി. ഒരു കിടുക്കൻ സംഭവമാണ് കേട്ടോ ഈ ഒരു നമ്മുടെ ഈ യാത്ര. പിന്നെന്താ, അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി കാഴ്ചകൾ കണ്ടിട്ട് വാ, ഞാനും കാണട്ടെ. ഇവിടെ എല്ലാ ഭാഗത്തും ഒരുപാട് നമുക്ക് ഇതുപോലത്തെ ക്രൂസുകൾ കാണാം കേട്ടോ. ഫ്രാൻസിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു മലയാളി
നമ്മുടെ ഐഫൽ ടവറിൻ്റെ മുകളിൽ കയറാതെ അല്ലെങ്കിൽ ഈ സീൻ റിവറിലുള്ള ക്രൂയിസ് കയറാതെ കേരളത്തിൽ വന്ന കാല് ഞാൻ തല്ലി കൊടുക്കും. കാരണം അത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്രാൻസ് ട്രിപ്പ് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ട്രൈ സംഭവമാണ് ഈ ഒരു സീൻ റിവറിലുള്ള ക്രൂയിസ്, ഈ ഒരു ബോട്ടിലുള്ള ഈ ജലപുക യാത്ര. ഒരു കോഫി കുടിക്കുക, എന്നിട്ട് ഇതുപോലെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുക. നല്ല കാറ്റുണ്ടാവും. പിന്നെ ഐഫൽ ടവറിൻ്റെ മുകളിൽ കയറുന്നതിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കാണണം. അതിൻ്റെ വിശദമായിട്ട് എങ്ങനെ കയറാം, എവിടെ കയറണം, എങ്ങനെയാണ് നമുക്ക് ചീപ്പായിട്ട് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണാം. അതുപോലെ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1.25 മണിക്കൂർ യാത്ര ചെയ്ത്, ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്രാൻസ് ആണെന്ന് തോന്നുന്നു. ആളുകൾ പല വീഡിയോസും ഞാൻ കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഇടുക. അപ്പോൾ പല ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ കാണുന്നത് ഈ സ്തൂപല്ലേ, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ സ്തൂപം, അതിൻ്റെ പേര് എനിക്കറിയില്ല. ഞാനിവിടെ കൊടുക്കുക, ഇതായിരിക്കും അതിൻ്റെ പേര് കേട്ടോ. കറക്റ്റ് ഓർമ്മയില്ലേ. അപ്പോൾ ഇനി ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കിടുക്കൻ സംഭവം കാണാനുണ്ട്. അത് നിങ്ങൾ നോക്ക്. ഇതൊക്കെ കണ്ടോ, ഈ ഒരു ഇത് നമ്മുടെ ദുബായിലേക്കുള്ള ഐൻ ദുബായ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജയൻറ്റ് വീലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ കയറുന്നില്ല, കാരണം അത് അത്ര പോരാ. പിന്നെ റൈറ്റിലും ലെഫ്റ്റിലും കാഴ്ചകൾക്ക് ഒരു പഞ്ഞില്ല. എൻ്റെ പൊന്നൂ, എന്താണ് സംഭവം, കിടുക്കൻ. പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കടൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ അതുപോലെ കാഴ്ച കാണുന്നത് ഉണ്ടാവും. അതാണ് എൻ്റെ ഒരു കടൽ എന്തെങ്കിലും കാണും. പിന്നെ ഒരുപാട് ഇതെന്തോ സാധനങ്ങളൊക്കെ കടത്തിക്കൊണ്ടുപോകുന്ന ഷിപ്പാണോ ക്രൂയിസാണ്, വലിയ ടൈപ്പ് ക്രൂയിസ്. എനിക്ക് കൃത്യമായിട്ടും അറിയില്ല. കണ്ടോ, അതിൻ്റെ ബാക്കിലൊക്കെ ഈ ബോട്ടും അതുപോലെ കാറൊക്കെ ഉണ്ട്. പിന്നെ ഹോട്ടലുകൾ കിട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഒരുപാട് ഹോട്ടലുകൾ ഇതുപോലെ ക്രൂയിസ് ടൈപ്പ് ഹോട്ടലുകളുണ്ട്. അപ്പോൾ നമ്മളതിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ 2-3 ദിവസമൊക്കെ സ്റ്റേ ചെയ്യുക. ഫുഡ് അവർ തരും. അവർ പ്രധാനപ്പെട്ട സ്ഥലത്തൊക്കെ അവർ സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ രാത്രി ഉറങ്ങുക. പിന്നെ പകൽ വീണ്ടും കറങ്ങും. പിന്നെ കുറച്ച് സ്ഥലത്ത് പോയി നിർത്തും. അങ്ങനത്തെ പരിപാടിയാണ്. പക്ഷേ എക്സ്പെൻസീവാണ്. ദുഡ് കൂടുതലുള്ള ആളുകൾക്ക് അതൊക്കെ ചൂസ് ചെയ്യാം. നമ്മൾ പൈസ കുറവിൽ ഒരു 35,000 രൂപയ്ക്ക് ഫ്രാൻസിലേക്ക് ഇറങ്ങുന്ന രീതികളൊക്കെ ഉള്ളത്. എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെ ഇഷ്ടങ്ങൾ, നിങ്ങളെ സ്നേഹങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് ടൈപ്പ് ചെയ്ത് താഴെ കൊടുക്കുക. പല രീതിയിലുള്ള ചീപ്പ് യാത്രകളെക്കുറിച്ചും നമ്മുടെ മസ്റ്റ് ട്രൈ സംഭവങ്ങളെക്കുറിച്ചും ഫ്രാൻസിൽ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് കാണുക. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇനി 2 ദിവസം കൂടിയേ നമ്മളിവിടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നേരെ നെതർലാൻഡ്സിൽ ബസ് മാർഗം നമ്മൾ പോവാണ്. ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട് ബസ്സിന്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും കാണണം. നെതർലാൻഡ്സിൽ എത്തിക്കഴിഞ്ഞാൽ ആംസ്റ്റർഡാമിൽ നമ്മൾ പോകുന്നുണ്ട്. അതുപോലത്തെ അവിടുത്തെ ഓൾഡ് ഒരു വില്ലേജിൽ, ഒരു ഗ്രാമത്തിൽ പോകുന്നുണ്ട്. പിന്നെ തുലിപ്സ് ഗാർഡൻ, നമ്മൾ തുലിപ്പ് പൂക്കളില്ലേ, അതിൻ്റെ ഗാർഡൻ നമ്മൾ കാണാൻ പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം. അതൊരു കിടുക്കൻ സംഭവമാണ്. പിന്നെ അവിടുത്തെ നമ്മുടെ നോർമലായിട്ടുള്ള അവിടുത്തെ കനാല്, അത് ആംസ്റ്റർഡാം കനാൽസ് തന്നെ വേൾഡ് ഫേമസ് അല്ലേ, അതെല്ലാം കാണുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ബെൽജിയത്തിലേക്കാണ് പോകുന്നത്. ബെൽജിയം ബ്രുസൽസ് ചോക്ലേറ്റിൻ്റെയും ഡാമണ്ടിൻ്റെയും ഒക്കെ സംഭവങ്ങൾ കാണുന്ന ചോക്ലേറ്റ് ഫാക്ടറി നമ്മൾ പോകുന്നുണ്ട്. ബ്രുസൽസിൽ നമ്മുടെ അറ്റോമിയം എന്ന് പറഞ്ഞ സംഭവമുണ്ട്, വലിയ ആറ്റത്തിൻ്റെ ഒരു മെഗാ സ്ട്രക്ചർ, അത് കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമുക്ക് സപ്പോർട്ട് തരണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യണേ. പിന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആവും തീർച്ചയായിട്ടും, കാരണം ഈ ഒരു 1.5 മണിക്കൂർ ഉള്ള വീഡിയോ ആണിത്. ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാതെ തിരിച്ചും മറിച്ചും ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ കട്ട് ചെയ്ത് മാക്സിമം ഇടാം. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്ക്. ഇത് നോക്കി, ഇത് മെഗാ ഒരു അടിപൊളി സംഭവം കേട്ടോ. ഏതോ മ്യൂസിയമാണ്. ഇവിടെ മ്യൂസിയത്തിനൊരു പഞ്ഞുമില്ല. നല്ല യൂറോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ മ്യൂസിയത്തിൽ കയറിപ്പോവാം. മ്യൂസിയത്തിൽ ഇപ്പോൾ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമല്ല. അങ്ങനത്തെ സംഭവങ്ങൾ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ അത് രസമാണ്. ഈ പഴയ മോഡേൺ ആർട്ടും പരിപാടികളൊക്കെ നമ്മളതൊന്നും സെലക്ട് ചെയ്ത്, നമ്മൾ കോമൺ ഉള്ള ആളുകൾക്ക് കാണാൻ കാഴ്ച ഐഫൽ ടവർ, ചാംസി എൽസി ഫാഷൻ്റെ സംഭവങ്ങളാണ്. ഈ ചാംസ് എൽസി എന്ന് പറഞ്ഞ സ്ട്രീറ്റ് ഭയങ്കര സംഭവം. അങ്ങനെ ബോട്ട് എത്തി. ഇനി നമ്മളെത്തി. ഇനി ബാക്കിയുള്ള കാഴ്ചകൾ ഇവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ളത്. നല്ല തിരക്കുണ്ട്.
നമ്മൾ പതുക്കെ ഉള്ളിലേക്ക് കയറിയ പോലെ തന്നെ അടുത്ത ട്രിപ്സ് അവിടെ കാത്തിക്കണം. അപ്പോൾ നമ്മളെ ഫോട്ടോസ് അവിടെ നിന്ന് എടുത്തതെല്ലാം ഇവിടെ അവർ നമുക്ക് കാണിച്ചിട്ടോ. ഞങ്ങളെ ഫാമിലി ഫോട്ടോ ഇതാ, ഇത് നോക്കി എല്ലാവരും, ഇത് നമ്മളെ ഫോട്ടോ അത് കണ്ടോ. ഫാമിലി ആയിട്ട് പോയപ്പോൾ അവരിങ്ങനെ ഫോട്ടോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. അവരിങ്ങനെ കാണിച്ച് വെച്ച് ഷോ ചെയ്ത് വെച്ചിട്ടുണ്ട്. 10 യൂറോ ആണ് ഒരു ഫോട്ടോ കൊടുത്തത്. 10 യൂറോ എന്ന് പറഞ്ഞാൽ 1000 രൂപേൻ്റെ അടുത്തായി ഏകദേശം. പിന്നെ പതുക്കെ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ചെറിയൊരു ഷോപ്പിംഗ് ഒരു സെൻറ്റർ ഉണ്ട്. അതിൽ അങ്ങനെ പതുക്കെ നമ്മൾ ട്രിപ്പ് ഇവിടെ കഴിയാണ്. ഈ ഡോഗ് ക്രൂസിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫേസ്ബുക്കിലാണെന്ന് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതല്ല നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ. It also has a space dedicated to Construido en 1937 para la Exposición Internacional Las Aves Africanas, el Palacio de Tokio, la creación contemporánea.